മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ മിസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളെ. ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ മിസ് തുടങ്ങാൻ പോവാണേ. നമ്മൾ ആദ്യത്തെ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാ പ്രവർത്തനം 1, 2, ആക്ടിവിറ്റി 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയടാ? സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് നമുക്കറിയാം അല്ലെ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആഘോഷ ഗോളങ്ങളല്ല, ആകാശ ഗോളങ്ങളാണ് ആരെന്ന് നമുക്കറിയാം, ഗ്രഹങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചില ഗ്രഹങ്ങളുടെ സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്താ ആപ്റ്റ് ആയ സ്ഥലത്ത് കൊണ്ടുവെക്കാനാണ് പറയുന്നത്. അപ്പൊ ഗ്രഹം ഏതെന്ന് കണ്ടുപിടിച്ച് അതിന്റെ സവിശേഷതകളും കൂടി ഏതാനാണ് പറയുന്നത്. ആദ്യത്തെ കോളത്തില് ഗ്രഹങ്ങളാണ് കൊടുത്തത്, പ്ലാനറ്റ്സ് ആണ്. ദെൻ പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? അപ്പൊ നമുക്ക് ആദ്യം ഹെഡിങ്ങുകൾ കൊടുക്കണം. ഇവിടെ ഏറ്റവും വലിയ ഗ്രഹം കൊടുത്തിട്ടുണ്ട്, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമുണ്ട്, വലയങ്ങളുള്ള ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം, 12 വർഷം കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം. ഇതൊക്കെ ആരാ നമുക്ക് നോക്കിയാൽ ഇവിടെ നോക്കിക്കേടാ, ശുക്രനാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ആരാണ്? നമ്മുടെ ശുക്രനാണ് ഉപഗ്രഹങ്ങൾ ആരുമില്ലാത്ത ഗ്രഹം എന്ന് പറയുന്നത്. ശുക്രനാണ് ഉപഗ്രഹങ്ങൾ ആരുമില്ലാത്ത ഗ്രഹം. അതേപോലെ ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹവും ആരാണ്? നമ്മുടെ ശുക്രൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹം ഏതാണ്? നമ്മുടെ ശുക്രനാണ്. അടുത്തത് നമ്മുടെ വ്യാഴത്തിനെ കുറിച്ചാണ് പറയുന്നത്. വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹമാണെന്ന് നമുക്കറിയാം. വ്യാഴം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ഗ്രഹമാണ് നമ്മുടെ വ്യാഴം. അതേപോലെ നോക്കിക്കേ, 12 വർഷം കൊണ്ട് സൂര്യനെ വലം വെക്കുന്ന ഗ്രഹം കൂടിയാണ് ആര്? നമ്മുടെ വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ഇനി മറ്റൊരാൾ ആരാണ്? നമ്മുടെ ശനിയാണ് വരുന്നത്. ശനിയെ കുറിച്ച്, സാറ്റർനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, വളകളൊക്കെ ഇട്ട് സുന്ദരിയാണെന്ന്. അപ്പൊ എന്താ? വലയങ്ങളുള്ള ഗ്രഹമാണ് ആരെന്ന് പറയുന്നത്? ശനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹവുമാണ് ആര്? നമ്മുടെ ശനി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ പ്രവർത്തനം 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ബി ക്വസ്റ്റ്യൻ എന്താടാ? നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, സ്വയം കത്തുന്ന ഭീമാകാരനായ ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെ. നക്ഷത്രങ്ങൾ എന്താ? വലിയ അളവിൽ തന്നെ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. അതിന്റെ ചൂടും അതേപോലെ ലൈറ്റൊക്കെ എന്താണ് പുറത്തേക്ക് വിടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആരാന്ന് മനസ്സിലായില്ലേ? അപ്പൊ നോക്കിക്കേ, നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മനസ്സിലായേ? ഒന്നെന്താണ്? വലിയ അളവിൽ ചൂടും താപവും അതേപോലെ തന്നെ ലൈറ്റും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. അതേപോലെ തന്നെ സ്വയം കത്തിക്കൊണ്ടിരിക്കുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളെയാണ് നമ്മുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം അഥവാ ധമം എന്ന് പറയുന്നത്. ധമം അല്ലെങ്കിൽ ധർമ്മം എന്ന നയത്തിന്റെ ആശയങ്ങളാണ് പറയാൻ പറയുന്നത്. ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, സഹജീവികളോട് എല്ലാവരോടും കരുണ കാണിക്കുക, മതവിശ്വാസങ്ങളും സഹിഷ്ണുതയും എല്ലാ മതങ്ങളോടും എന്താണ് അവരുടെ എല്ലാ മതവിശ്വാസങ്ങളും സഹിഷ്ണുത കാണിക്കുക. എല്ലാം എന്താണ്? അവരവർക്ക് അവരുടേതായ രീതിയിൽ അവർ മതം തെരഞ്ഞെടുത്തു അല്ലെ. അപ്പൊ അതിന് അവരെടുത്ത് നമ്മൾ ദേഷ്യമോ വാക്കോ ചൂടാവോ ഒന്നും ചെയ്യേണ്ട. അതിനോടൊക്കെ എന്താ? ഒരു സഹിഷ്ണുത പുലർത്തി ജീവിച്ചു പോവുക. അതാണ് 4 ആശയങ്ങൾ. ഇനി ഏതു മതമാണ് ധമം അല്ലെങ്കിൽ ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകനെ പ്രേരിപ്പിച്ചത്? ഏത് മതമായിരുന്നുടാ? ബുദ്ധ മതമായിരുന്നു അല്ലെ. ബുദ്ധ റിലീജിയൻ ആയിരുന്നു ധർമ്മം എന്ന ആശയം അല്ലെങ്കിൽ ധമം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അശോകനെ പ്രേരിപ്പിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഗംഗാ സമതലം എന്ന് നമുക്കറിയാം അല്ലെ. ഗംഗാജിക് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഗംഗ ആ ഒരു ഇതിന് ചുറ്റും, ഗംഗാ റിവറിന് ചുറ്റും സറൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രദേശത്തിനെയാണല്ലേ നമ്മൾ പറയാ. അങ്ങനെയാണെങ്കിൽ ഗംഗാ സമതലത്തൂടെ എന്റെ മക്കൾ ഒരു യാത്ര ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പം എന്റെ മക്കൾ സഞ്ചരിക്കാനിടയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഉത്തർപ്രദേശ്,
ബീഹാർ, പശ്ചിമ ബംഗാളാണ് മക്കൾ സന്ദർശിക്കാൻ ആ ഒരു വഴിക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന പ്രദേശങ്ങൾ കേട്ടോ. പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ. ഇനി ഇവിടെ നോക്കിക്കേ, പ്രാചീന കാലം മുതലേ ഗംഗാ സമതലം എന്താ ജനവാസ കേന്ദ്രമാണ്. ഒരുപാട് ജനങ്ങൾ അവിടെ തിങ്ങി പാർക്കും. എന്തുകൊണ്ടാണ്? കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇതിനിടയാക്കിയ വസ്തുത എന്തെല്ലാമാണെന്നും ഇവിടുത്തെ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറയാനാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് പറഞ്ഞാലോടാ. ഇവിടെ നോക്കിക്കേ, അവിടെ അടിപൊളി ഫലഭൂഷ്ടമായുള്ള എക്കൽ മണ്ണുണ്ടായിരുന്നു. ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ എന്താ, സമൃദ്ധമായ നല്ല രീതിയിൽ എന്താണ് അവർക്ക് റെയിൻഫോൾ ലഭിക്കായിരുന്നു. പിന്നെ എന്താണ്, അയൺ ഡെപ്പോസിറ്റിന്റെ ഒരു റിച്ച് ആയുള്ള ഒരു അയൺ ഡെപ്പോസിറ്റ് ആണ് ഈ ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ റിച്ച് ആയുള്ള അയൺ ഡെപ്പോസിറ്റ് നമുക്ക് ഇവിടെ കാണാല്ലേ. എന്ത് കാണാൻ പറ്റുന്ന പറയുന്നത്, റിച്ച് അയൺ ഡെപ്പോസിറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് ഇവിടെ എന്തുണ്ടെന്നാ പറയുന്നത്, ഫെർട്ടൈൽ സോയിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഫെർട്ടൈൽ സോയിൽ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, റെയിൻഫോൾ, നല്ല രീതിയിലുള്ള റെയിൻഫോളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്താണ് ആളുകൾ ഇവിടെ താമസിക്കാൻ കാരണമായിട്ടുണ്ടെന്നാ കേട്ടോ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നില്ല. ചിത്രം മിസ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാ. അത് ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് നമ്മുടെ സൗരയൂഥം. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് ആര്? നമ്മുടെ സൗരയൂഥം. അങ്ങനെയാണെങ്കിൽ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് ആൻസർ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരായിരുന്നു എടാ? നമുക്കറിയാം സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണോ? അല്ലല്ലേ. ഏതാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം? നമ്മുടെ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ആരാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്? നമ്മുടെ സണ്ണാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. അങ്ങനെയാണെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങൾക്കിടയിലാണ്? അതായത് നമ്മളെ ആസ്ട്രോയിഡ്സിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ മാസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലാണ്. എവിടെയാണ്? മാസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലാണ് നമ്മൾ ആസ്ട്രോയിഡ്സിനെ കാണുന്നത്, അഥവാ നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങളെ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ആകാശഗോളത്തെ അതിനെ എന്തായിട്ട് നമ്മളെ ഗ്രഹമായിട്ട് പരിഗണിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടത്? വെറുതെ അങ്ങോട്ട് ഗ്രഹമായിട്ട് പരിഗണിക്കോ? ഇല്ലല്ലേ. കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ അവർ മീറ്റ് ചെയ്യണം. എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആയിരുന്നു? അവരെന്ത് ചെയ്യണം? സൂര്യന്റെ ചുറ്റും കറങ്ങണം. ഷുഡ് റിവോൾവ് അറൗണ്ട് സൺ. സണ്ണിന് ചുറ്റും എന്താണ്? കറങ്ങണം. അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഓർബിറ്റ് വേണം. വല്ലവരുടെ ഓർബിറ്റ് കൂടെ കയറി പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുന്ന് ഒഴിവാകും. അങ്ങനെ ഒഴിവായിട്ടുള്ള ഒരാളുണ്ട്. ആളെ പേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മക്കൾ കമന്റ് ചെയ്യുന്ന മിസ് നോക്കൂട്ടോ. അപ്പൊ നോക്കിക്കേ, സ്വന്തമായിട്ടുള്ള ഒരു പാത അവയ്ക്ക് വേണം. അതായത് മറ്റുള്ളവരുടെ പാതയിലൊന്നും പോകാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വഴിയുണ്ട്, ഓർബിറ്റ് ഉണ്ട്. അതിലൂടെ പോകുന്ന ആളുകളെ മാത്രമേ നമ്മൾ എന്താ ഒരു പ്ലാനറ്റ് ആയിട്ട് നമ്മൾ കാണുള്ളൂ, ഒരു ഗ്രഹമായിട്ട് നമ്മൾ കാണുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകടാ. ഇവിടെ നോക്കിക്കും, പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി നമ്മൾ പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ഏതാണ്? വിച്ച് ഓഷൻ ഈസ് മോസ്റ്റ്ലി ഹൈലി ഫിഷ് ഇൻ ദ വേൾഡ്? ഏതാണടാ? നമ്മുടെ പസഫിക് സമുദ്രമാണ് കേട്ടോ. ഏതാണ് ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്? പസഫിക് സമുദ്രമാണ് ഫസ്റ്റ് ആൻസർ. പസഫിക് സമുദ്രം, പസഫിക് ഓഷ്യൻ ആണ് ഫസ്റ്റ് ആൻസർ. രണ്ടാമത്തെ എന്താ? ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ്? വിച്ച് ഓഷ്യൻ എൻസർക്കിൾ ദ നോർത്ത് പോൾ? ഏത് ഓഷ്യൻ ആണ്? നമ്മുടെ ആർട്ടിക് ഓഷ്യൻ ആണ്. എന്താണ്? ആർട്ടിക് ഓഷ്യൻ ആണ്. എന്താണ്? ആർട്ടിക് സമുദ്രമാണ് അല്ലെ, ഉത്തര ധ്രുവത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സമുദ്രം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? In what ways does man utilize the ocean? ഏതൊക്കെ രീതിയിൽ സമുദ്രങ്ങളെ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ടടാ? നമ്മൾ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നുണ്ട്, മിനറൽ ഡെപ്പോസിറ്റിന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫിഷിംഗ് ഉണ്ട് അല്ലെ. ഫിഷിംഗ്, മത്സ്യബന്ധനം നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ എന്താ? ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഗതാഗതം നമുക്ക് പറയാൻ പറ്റൂലേ. അതേപോലെ എന്താണ്? മിനറൽ ഡെപ്പോസിറ്റ്, മിനറൽ
ഡെപ്പോസിറ്റ് ഇതെല്ലാം എന്തിലുണ്ട് എന്നാണ് പറയുന്നത്? നമ്മൾ സമുദ്രങ്ങളെ കൊണ്ട് സമുദ്രങ്ങളെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഈ കാര്യങ്ങൾക്കെല്ലാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് നോക്കാനുള്ളത്. മക്കൾ ഇത് എന്തായാലും എക്സാമിന് തീർച്ചയായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്റെ മക്കൾ ഇത് പഠിച്ചു പോയിക്കോളെ, എന്തായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പൊ തൽക്കാലത്ത് മിസ് പോവാട്ടോ. ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us.